ഇന്ന് നമ്മളൊരു സ്വീറ്റ് ഡിഷ് ആയിട്ടുള്ള ഷാഹി ടുക്കഡയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ഡെസേർട്ട് ആണ്. വളരെ പെട്ടെന്ന് ബ്രെഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് റെസിപ്പി. ഇന്ന് നമ്മുടെ 100ാമത്തെ റെസിപ്പി കൂടിയാണ്. അപ്പൊ എന്തായാലും നല്ലൊരു സ്വീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ബ്രെഡ് എടുക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ ബ്രെഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഈ ഒരു റെസിപ്പിക്ക് ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതൽ വൈറ്റ് ബ്രെഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡിന്റെ സൈഡൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ, കളയൊന്നും വേണ്ട. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് സെന്ററിൽ വരഞ്ഞു കൊടുത്താൽ 2 ട്രയാങ്കിൾ പീസ് ആയിട്ട് കിട്ടും. ഇനി സ്ക്വയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ 4ആയി മുറിച്ചാലും മതി. അപ്പൊ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ ജസ്റ്റ് ഒരു കുക്കി കട്ടർ കൊണ്ട് ഒരു ഹാർട്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നമ്മളിപ്പോൾ കുക്കി കട്ടറൊക്കെ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ബ്രെഡിന്റെ സൈഡ് മുറിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ബ്രെഡിലേക്ക് ഈ ഒരു കുക്കി കട്ടർ വെച്ച് അങ്ങ് പ്രസ് ചെയ്തെടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ഈ ഒരു ഷേപ്പൊക്കെ ആക്കിയെടുക്കുന്ന സമയത്ത് ബ്രെഡിന്റെ സൈഡ് ഭാഗമൊക്കെ വേസ്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഷേപ്പിലാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് പീസുകളെല്ലാം കറക്റ്റ് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു 1.5 കപ്പ് പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 1 കപ്പ് 250 ml. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് പാലിൽ നിന്നും ആദ്യം നമ്മളൊരു 1-2 കാര്യങ്ങൾ ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ പാൽ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സ് റെഡിയാക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ ചേർക്കുന്നുണ്ട്, നമ്മുടെ കുങ്കുമപ്പൂവ്. ഇത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക, കാരണം ഇത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ ആവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടി ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ നല്ലൊരു യെല്ലോയിഷ് കളറിന് വേണ്ടി, ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. നമ്മളിത് എടുക്കാനാകുമ്പോഴേക്കും നല്ലൊരു യെല്ലോയിഷ് കളർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്കുള്ള പാലിന്റെ മിക്സ് റെഡിയാക്കാം. അതിനായിട്ടൊരു കടായി വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള പാല്, ആദ്യം 1.5 കപ്പ് എടുത്തിരുന്നു, അതിലൊരു 4 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്താലും മതിയാവും. പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് അടി പിടിക്കരുത്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ. ശരിക്കും നമ്മൾ ഈ പാല് ഒന്ന് കുറുകി വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലോർ മിക്സും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അത്യാവശ്യം കുറുകി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ തീ പതുക്കെ ഒന്ന് കുറച്ച് വെക്കണം. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ട. ഒരു 1-2 മിനിറ്റ് അങ്ങ് തിളച്ച് വന്നാൽ തന്നെ അത്യാവശ്യം കുറുകിക്കോളും. പിന്നെ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചേർക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാഫ്രോൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ആ സാഫ്രോണും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തിക്കായി കിട്ടിക്കോളും. അപ്പോൾ ഒരു 1-2 മിനിറ്റ് കൂടെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു തിക്നെസ് കിട്ടിക്കോളും. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ബദാം ചെറുതായി മുറിച്ചെടുത്തത് 2-3 അതുപോലെ തന്നെ ഒരു 2-3 പിസ്ത ചെറുതായി മുറിച്ചെടുത്തതും. പിസ്തയും ബദാമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് സമയം ചൂടിൽ വെക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുറുകൽ നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ അങ്ങ് തിക്കായിക്കോളും. അപ്പം ഭയങ്കരമായിട്ട് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഒരു 1 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മുടെ കടായിയൊക്കെ അത്യാവശ്യം ചൂടുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കോൺഫ്ലോർ ഒക്കെ ഉള്ളതല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ബ്രെഡ് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ഷുഗർ സിറപ്പിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടാണ് നമ്മൾ പ്ലേറ്റിലേക്ക് ആ ഒരു ബ്രെഡ് നിരത്തുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇത് റെഡിയാക്കിയതിന് ശേഷം ബ്രെഡ് ഫ്രൈ ചെയ്താൽ മതി. അതിനായിട്ടൊരു 1/4 കപ്പ് പഞ്ചസാര, അതിലേക്കൊരു 1/4 കപ്പ് തന്നെ വെള്ളം. ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായാൽ മതി. ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് മെൽട്ടായി ഒന്ന് വന്നാൽ മതി. പഞ്ചസാരയും വെള്ളവും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ ഒരു 1-2 മിനിറ്റ് മാക്സിമം ഒന്ന് തിളപ്പിച്ചാൽ മതി. കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഡിഷിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡ് നല്ല ഡീപ്പ് ഫ്രൈ നെയ്യിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അതെപ്പോഴും നല്ലൊരു കാര്യമായിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് എപ്പോഴും നല്ലോണം എണ്ണ പിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കറക്റ്റ് ഒരു ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് തന്നെ വേണം നിർബന്ധമല്ല, ഓയിലായാലും കുഴപ്പമില്ല. പക്ഷേ നെയ്യാണെങ്കിൽ ഒരു ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 രീതിയും കാണിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു സെക്ഷന് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും എണ്ണയിലിടേണ്ട ആവശ്യമില്ല. 2 ഭാഗം 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു കളറാവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ ഒരു ബാച്ച് ബ്രെഡ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു നെയ്യിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1-2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു ടോസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ഒരു ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ടേസ്റ്റ് അല്ല. എന്നാൽ നമുക്ക് നെയ്യിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് ടോസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിത് മാറ്റി ഒരു സൈഡിലേക്ക് എടുത്തു വെക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് പീസ് നമ്മൾ ആ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. 2 ഭാഗം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം ഷുഗർ സിറപ്പിൽ ഇടുകയൊന്നും വേണ്ട. ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് നമ്മളിത് നമ്മൾ ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു ക്രീം കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡ് പീസും ഇതുപോലെ നമുക്ക് ഷുഗർ സിറപ്പിലിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ശരിക്കും ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി പ്ലേറ്റിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ബ്രെഡ് പീസ് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി പ്ലേറ്റിലേക്ക് മൊത്തത്തിൽ നമ്മൾ ആ ഒരു പാലിൻ്റെ കൂട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ബദാമും പിസ്തയൊക്കെ ഗ്രേറ്റ് ചെയ്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുകൂടി ഉണ്ടാകുമ്പോഴായിരിക്കും കറക്റ്റ് ഒരു ടേസ്റ്റ്. ഒരു പിസ്തയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു രീതിയിലാണ് സെർവ് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് മൊത്തത്തിൽ സൈഡിലൂടെയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ മുക്കി കഴിക്കുക. അതാണ് കറക്റ്റ് ഒരു രീതി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇത് ചൂടോട് കൂടെ തന്നെ കേട്ടോ സെർവ് ചെയ്യുന്നത്. ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചൂടുണ്ടാവില്ല. കാരണം നമ്മൾ പാലിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് സമയമായല്ലോ. എന്നാലും ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ബ്രെഡ് ക്രിസ്പിയോട് കൂടെ കഴിക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചതിന് ശേഷമൊന്നും ബ്രെഡ് എടുക്കരുത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് പുഡിംഗ് ഒക്കെ ആക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചൊന്ന് തണുപ്പിക്കാം. അതിനുശേഷം ബ്രെഡൊക്കെ ഫ്രൈ ചെയ്ത് ആ ചൂടുള്ള ബ്രെഡിൻ്റെ മേലെ ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കുക. എന്നിട്ട് ആ പാലിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം കഴിക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതല്ലാതെ നമ്മൾ ആ പാലിൻ്റെ മിക്സ് മാത്രം ചിലപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്